സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജിറ്റ് മാസ്റ്റർ. നമുക്കിപ്പോൾ ധാരാളമായിട്ട് വാർത്ത ലഭിക്കുന്നത് ഡോക്ടർ ഡൂം എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടും അതേപോലെ അവഞ്ചേഴ്സ് 5 എന്ന സിനിമയുമായി കണക്ട് ചെയ്തും തന്നെയാണ്. കാരണം അത്രമാത്രം വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ എന്തെങ്കിലും നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് വരണം എന്നെ ചെയ്യുക. എന്നിപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ധാരാളമായിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഡോക്ടർ ഡൂം അവഞ്ചേഴ്സ് 5. ഇതുമാത്രമല്ലാതെ ഇവയെല്ലാം പരസ്പരം കണക്ട് ചെയ്യാൻ പോകുന്ന സീക്രട്ട് വാഴ്സ് എന്ന സിനിമയും ഇതുമാത്രമല്ലാതെ നമുക്ക് റീസെൻ്റായിട്ട് ലഭിക്കാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ. തീർച്ചയായിട്ടും ഈ മെയിൻ 4 കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. പല പ്രോജക്റ്റുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും മാർവൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലും ഇതുകൂടാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലുമായിട്ട് എല്ലാം തന്നെ വെത്തുന്നുണ്ട്. എങ്കിൽ പോലും ആരാധകർ കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതും ഈ 4 വാർത്തകളെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ ആദ്യം പറയാനുള്ളത് തന്നെയാണ് ഡോക്ടർ ഡൂമും അതേപോലെ അവഞ്ചേഴ്സ് 5ഉം. തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് 5 എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവഞ്ചേഴ്സ് ദ കാങ് ഡൈനാസ്റ്റി എന്നല്ല. തീർച്ചയായിട്ടും പറയാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി മുതൽ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയുടെ പേര് അങ്ങനെയായിരിക്കില്ല. അൺഒഫീഷ്യലായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാങ്ങിനെ പൂർണ്ണമായിട്ടും മാർവൽ ഒഴിവാക്കുന്നു തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു സൈഡ് പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നില്ല, മറിച്ച് കുറേ നാളത്തേക്കെങ്കിലും പുള്ളിക്കാരനെ ഒരു സൈഡാക്കി മാറ്റുന്നു. അഥവാ സ്ക്രീനിലുണ്ട് എന്നാൽ പോലും വലിയ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ പുള്ളി ഏൽപ്പിക്കാൻ പോകുന്നില്ല. എന്നാൽ അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വില്ലനെ മാർവൽ കൂടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വില്ലൻ മാർവലിൻ്റെ ഇനിയുള്ള ഫേസുകളെ നിയന്ത്രിക്കാൻ പോകുന്നു. ഇത് സീക്രട്ട് വാഴ്സ് വരെയുള്ള കാര്യമല്ല, മറിച്ച് സീക്രട്ട് വാഴ്സിനും ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ ഡൂം എന്ന കഥാപാത്രത്തിനെ മാർവൽ മെയിൻ ഒരു വില്ലനാക്കി മാറ്റാൻ പോകുന്നു. സീക്രട്ട് വാഴ്സ് എന്ന സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡോക്ടർ ഡൂമിൻ്റെ ഒരു ആരംഭമായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയുള്ള അഭിപ്രായ പ്രകാരം സീക്രട്ട് വാഴ്സ് എന്ന സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ അവസാനിപ്പിക്കും. ശേഷം അവിടെ നിന്നൊരു റീബൂട്ടായിരിക്കും മറ്റൊരു അൾട്ടിമേറ്റ് യൂണിവേഴ്സിലേക്കുള്ളത് തന്നെ. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരം ഡോക്ടർ ഡൂം എന്ന കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം എന്ന ഒരു വലിയ വില്ലൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും നമ്മൾ സീക്രട്ട് വാഴ്സ് എന്ന സിനിമയിലൂടെ കാണുന്നത്. അതിനുശേഷം മുഴുവനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരിക്കും. ഇവിടെ കഥാപാത്രങ്ങൾ മുഴുവനായിട്ട് മാറും, എല്ലാത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു തിയറിയായിട്ട് വന്നിരിക്കുന്നത് സീക്രട്ട് വാഴ്സിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന വോൾവറൈൻ മറ്റാരുമായിരിക്കില്ല, ഹെൻറി ക്യാവിലായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഹെൻറി ക്യാവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നത് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നു. എന്നാൽ ഏത് റോളിലേക്കാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരാധകർക്ക് ഒരു ഉത്തരവും നൽകാത്തത്. പല പല പേരുകൾ ആ കൂട്ടത്തിലേക്ക് വന്നിരുന്നു. ഡോക്ടർ ഡൂമിൻ്റെ പേര് വന്നിരുന്നു, അതേപോലെ ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ പേര് വന്നിരുന്നു, സൈക്ലോപ്സിൻ്റെ പേര് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഏറ്റവും അവസാനമായി കൂടി ചേർത്തിരിക്കപ്പെടുന്ന ഒരു പേര് തന്നെയാണ് വോൾവറൈൻ. സ്വന്തം ഹെൻറി ക്യാവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആണ്. ഇനി ഏത് കഥാപാത്രമാണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ അതാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന വാർത്ത. എന്നാൽ ഇവയെല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സീക്രട്ട് വാഴ്സിൻ്റെ പേരും അതേപോലെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയുടെ പേരും വരുന്നുണ്ട്. അഥവാ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയായിരിക്കും എല്ലാത്തിനെയും പരസ്പരം കണക്ട് ചെയ്യാൻ പോകുന്നത്. എന്തിന് നമ്മൾ ഡോക്ടർ ഡൂം എന്ന ഒരു വില്ലൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ ആ ഒരു വില്ലൻ്റെ ആരംഭം പോലും കാണാൻ പോകുന്നത് ഈ ഒരു സിനിമയിലൂടെ ആയിരിക്കും. പിന്നീടുള്ള പല സിനിമകളിലും ഈ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട പല ഹിന്റുകൾ നമുക്ക് ലഭിക്കും. അഥവാ കാങ് എന്ന കോമൺ വില്ലനെ മാറ്റി മാർവൽ ഇപ്പോൾ അതിലും വലിയൊരു വില്ലനെ കൊണ്ടുവരാൻ പോകുന്നു. കാങ്ങിന് എന്തു പറ്റുന്നൊരു ചോദ്യത്തിന് ഉത്തരവും തീർച്ചയായിട്ടും ഡോക്ടർ ഡൂമിലൂടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവർ നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഫാൻ തിയറികൾ അവകാശപ്പെടുന്നത്. ഇത്രമാത്രം സത്യമായിട്ടാണുള്ളതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഡാനിയൽ RPK പോലെയുള്ള പല പ്രമുഖരും സൂചിപ്പിക്കുന്ന പ്രകാരം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. അഥവാ മാർവൽ പഴയതുപോലെ അല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു മാറ്റം അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൊണ്ടുവരാൻ പോകുന്നു. പ്രത്യേകിച്ച് സീക്രട്ട് വാഴ്സിന് ശേഷം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആരംഭമായിരിക്കും ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയിലൂടെ. അതിൻ്റെ ഒരു ആരംഭമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡിസ്നിയിലൂടെ 80+ കണ്ടന്റ് അവർ കൊണ്ടുവരുന്നതും. അഥവാ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടൊരു മാർവലേ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്ന് ചുരുക്കം. ഇത് മാത്രമല്ലാതെ ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന സിനിമയെ ബന്ധപ്പെടുത്തി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അഥവാ അതിൻ്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന വാർത്ത. ഇപ്പോൾ നമുക്ക് മനസ്സിലായ പ്രകാരം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ടീസർ മാത്രമാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് മാർച്ച് മാസം അവസാനത്തോടു കൂടി ലഭിക്കുമെന്നും ഏകദേശം 1 മിനിറ്റ് 43 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഇതിലൂടെ ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചില സോഴ്സിലാണ് ഇത് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ലാതെ മാർവലിൽ കൂടുതൽ R-rated കണ്ടന്റുകൾ നമ്മൾ കാണാൻ പോകുന്നു. മിഡ്നൈറ്റ് സൺ പോലെയുള്ള ഒരു പ്രോജക്റ്റ് മാർവൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു. ശേഷം അതിന് ആഡ് ഓൺ ആയിട്ട് അതിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ വെച്ചുകൊണ്ട് മാർവൽ ഫോളോ അപ്പ് സീരീസുകളും പ്ലാൻ ചെയ്യുന്നു. ആ കഥാപാത്രം മറ്റേരുമല്ല ഗോസ്റ്റ് റൈഡർ ആയിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മാർവൽ ഇനി അങ്ങോട്ട് പഴയതുപോലെ ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്
ഏറ്റവും വലിയ കാര്യം. സോ എന്തെങ്കിലും കാത്തിരിക്കാം എന്തായിരിക്കും മാർവലിൻ്റെയും ഇതുകൂടാതെ ഡിസ്നിയുടെയും പ്ലാൻ എന്ന് തന്നെ പറ്റി തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സോ അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ അമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.